നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാൽ തൊട്ടു വണങ്ങുന്ന ആചാരത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയുമാണ് കാൽ തൊട്ട് വണങ്ങാറുള്ളത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ എഴുന്നേറ്റ ഉടനെ മാതാപിതാക്കളുടെ കാല് തൊട്ട് വണങ്ങി ആ ദിവസം ആരംഭിച്ചാൽ അവർ നമുക്ക് തരുന്ന നന്മയുടെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ബഹുമാനം എന്നുള്ളത് 4 തരത്തിലാണ്. അതായത് ഒരാളെ കാണുമ്പോൾ നമസ്കാരം പറയുന്നു, കാല് തൊട്ട് വണങ്ങുന്നു, നമ്മൾ മൂത്തവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, സാഷ്ടാംഗം നമസ്കരിക്കുന്നു, അല്ലേ? ഈ 4ൽ ഏതെങ്കിലും ഒന്ന് ദിവസവും ശീലിച്ചാൽ അത് നമ്മളെ ശരീരത്തിനും മനസ്സിനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഒരു നന്മയുണ്ടാവുമെന്നാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത്. അതായത് നമ്മൾ പണ്ടുള്ള ഋഷീശ്വരന്മാർ പോലും ദൈവങ്ങളുടെ അടുത്ത് പോയിട്ട് പാദത്തിൽ വീണാണ് യാചിക്കുന്നതും പറയുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പാദത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പ്രശസ്തിയുണ്ട്. അപ്പോൾ ഈ പാദം തൊട്ട് വണങ്ങുന്നതിലൂടെ അവരിലുള്ള നന്മയും അനുഗ്രഹവും ഒക്കെ നമുക്ക് കൂടി ലഭിക്കുന്നു. അതായത് ഗുരുക്കന്മാരിലും മാതാപിതാക്കളിലുമൊക്കെ ഉള്ള അനുഗ്രഹവും നന്മയും. ആ നന്മയാണ് പിന്തുടരുന്നത്. അതിനാണ് തലമുറകളായി അനുഭവിക്കുന്ന നന്മ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വീടുകളിൽ കലി പോലും വരില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് എല്ലാ സമസ്തത്തോടും കൂടി ജീവിക്കുന്ന ഒരു വീട്ടിലാണ്, എല്ലാം അതിൻ്റേതായ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് ചുരുക്കം. കലി എന്നുള്ളൊരു പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നന്മയ്ക്ക് നന്മ തന്നെയാണ് ബലം, അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മുടെ ഇന്നത്തെ കാലത്ത് കാണാതെ പോകണമാണ് പലരും. നമ്മളൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ പലരും കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അവരെ മുമ്പിൽ ചെന്ന് വിട്ട പ്രശ്നമാവുമോ. പക്ഷേ അവരെ കണ്ട് ഒരു നമസ്കാരമൊക്കെ പറഞ്ഞ് കാലോട്ട് വണങ്ങുന്നൊന്നും പോലും ഇല്ല, ഒന്ന് നമസ്കാരമൊക്കെ പറഞ്ഞാൽ ആ ടീച്ചർമാർക്കും അല്ലെങ്കിൽ ഗുരുക്കന്മാർക്കും എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാമോ. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന തലമുറയെങ്കിലും നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് നിങ്ങളെ മാതാപിതാക്കളെയെങ്കിലും രാവിലെ ബഹുമാനിക്കാൻ പഠിക്കുക. നമ്മൾ വീട്ടിൽ നിന്നാണ് ബഹുമാനം എന്നുള്ളത് ആദ്യം പഠിക്കേണ്ടത്. അത് മാതാപിതാക്കളെ തന്നെ ബഹുമാനിച്ച് തന്നെ തുടങ്ങുക. നന്ദി, നമസ്കാരം.